അപ്പോസ്തലനായ പത്രോസിന് ദൈവം നൽകിയ ഒരു ദർശനത്തിലൂടെയും ദൈവം ഇക്കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 10:9 മുതൽ 16 വരെയുള്ള വാക്യം. ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ചിരുന്ന പത്രോസ് അതുവരെ അശുദ്ധ മൃഗങ്ങളെ ഒന്നിനെയും തിന്നിട്ടില്ല. എന്നാൽ പുതിയ നിയമ വിശ്വാസികൾക്ക് ഈ കൽപ്പന ബാധകമല്ലെന്നും അവരുടെ ശുദ്ധിയും അശുദ്ധിയും തീരുമാനിക്കപ്പെടുന്നത് വയറിനകത്തേക്ക് ചെല്ലുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നിമിത്തമല്ലെന്നും പത്രോസിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം പത്രോസിന് ദർശനം നൽകിയത്. ഈ കൽപ്പനയുടെ ആത്മീക സത്യം ഗ്രഹിക്കാൻ കഴിവ് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണകാര്യത്തിൽ എന്തെങ്കിലും വേർതിരിവ് കാണിക്കാത്തത്. അല്ലാതെ ഇത് പൗലോസ് അപ്പോസ്തലന്റെ കണ്ടുപിടുത്തമൊന്നും അല്ല. ഇനി നമുക്ക് ഈ വിഷയത്തെ പറ്റി മറ്റ് സഹോദരങ്ങൾ പറയുന്നതും കൂടി പരിശോധിക്കേണ്ടതുണ്ട്. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം പന്നിയെ മാത്രമേ തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുള്ളോ? ബൈബിൾ എന്തു പറയുന്നുവെന്ന് നോക്കാം. യഹോവ പിന്നെയും മോശയോടും അഹറോനോടും അരുളി ചെയ്തത്, നിങ്ങൾ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ ഭൂമിയിലുള്ള സകല മൃഗങ്ങളിലും നിങ്ങൾക്ക് തിന്നാകുന്ന മൃഗങ്ങൾ ഇവ: മൃഗങ്ങളിൽ കുളമ്പ് പിളർന്നിരിക്കുന്നതും കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നതും അയവിറക്കുന്നതുമായതൊക്കെയും നിങ്ങൾക്ക് തിന്നാം. എന്നാൽ അയവിറക്കാത്തവയിലും കുളമ്പ് പിളർന്നിരിക്കുന്നവയിലും നിങ്ങൾ തിന്നരുതാത്തവ ഇവ: ഒട്ടകം അയവിറക്കുന്നു എങ്കിലും കുളമ്പ് പിളർന്നതല്ലായക കൊണ്ട് അത് നിങ്ങൾക്കും അശുദ്ധം. കുഴിമുയൽ അയവിറക്കുന്നു എങ്കിലും കുളമ്പ് പിളർന്നതല്ലായക കൊണ്ട് അതും നിങ്ങൾക്ക് അശുദ്ധം. മുയൽ അയവിറക്കുന്നു എങ്കിലും കുളമ്പ് പിളർന്നതല്ലായകയാൽ അതും നിങ്ങൾക്ക് അശുദ്ധം. പന്നി കുളമ്പ് പിളർന്നതായി കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നത് തന്നെ എങ്കിലും അയവിറക്കാത്തതായകയാൽ അതും നിങ്ങൾക്ക് അശുദ്ധം. ഇവയുടെ മാംസം നിങ്ങൾ തിന്നരുത്, പിണം തൊടുകയും അരുത്, ഇവ നിങ്ങൾക്കും അശുദ്ധം. ലേവ്യ 11:1 മുതൽ 8 വരെ. നിലത്തിഴയുന്ന ഇഴജാതികളിൽ നിങ്ങൾക്കും അശുദ്ധമായവ ഇവ: പെരിഞ്ചാഴി, എലി, അതാത് വിധം, ഉടുമ്പ്, അളുങ്ക്, ഓന്ത്, പല്ലി, അരണ, തുരവൻ. എല്ലാ ഇഴജാതിയിലും വെച്ച് ഇവ നിങ്ങൾക്ക് അശുദ്ധം. അവ ചത്ത ശേഷം അവയെ തൊടുന്നവനെല്ലാം സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. ലേവ്യ 11:29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. വെള്ളത്തിലെ ജീവികളിൽ ഏതൊക്കെയാണ് യഹൂദന് ഭക്ഷിക്കാൻ അനുവാദമില്ലാതിരുന്നതെന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലേവ്യ പുസ്തകം 11:9 മുതൽ 12 വരെ അത് വ്യക്തമായി വിശുദ്ധീകരിക്കുന്നുണ്ട്. നിലത്തിഴയുന്ന ജീവികളിൽ ഒന്നും തന്നെ യഹൂദന് തിന്നാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. 11:41 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. ഇനി ഇസ്രായേലിന് കഴിക്കാൻ അനുവാദം ഉണ്ടായിരുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണെന്നും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആവർത്തനം 14:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലും ഇത് കാണാം. മുഹമ്മദ് മുയലിനെ തിന്നതായിട്ടാണ് ഹദീസിൽ കാണുന്നത്. എന്നാൽ ന്യായപ്രമാണത്തിൽ പറയുന്നതോ മുയൽ അയവിറക്കുന്നുവെങ്കിലും കുളമ്പ് പിളർന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധമെന്നാണ്. ഇക്കാര്യവും മുഹമ്മദിനും മലക്കിനും അറിയില്ലായിരുന്നു.